പത്തനംതിട്ട കോന്നിയിൽ KSRTC ബസ് ഉരുണ്ട റോഡിനെതിർ ദിശയിലെ ഹോട്ടലിലേക്ക് ഇടിച്ചു കയറി. സ്റ്റാർട്ടിങ്ങിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയിരുന്ന വാഹനമാണ് ഉരുണ്ടുപോയത്. നടപ്പാതയിലെ കൈവരിയും ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ചിട്ട വാഹനം ഹോട്ടലിന്റെ മുൻവശത്തെ ക്യാമ്പിനും തകർത്തു. ഞാനിവിടെ നിൽക്കുകയും അവിടുന്ന് വണ്ടി സ്റ്റാർട്ടായി കിടന്ന വണ്ടിയാണ് ഉരുണ്ട് വന്ന് റോഡിൻ്റെ കൈവരി ഇളക്കി. ആ കൈവരിയുടെ മണ്ടയിൽ കൂടെ റോഡിന് കുറുകെ വന്ന് സിംലയുടെ കൈവരി ഇളക്കി. ലൈറ്റ് വെച്ചിരുന്ന ആ ലൈറ്റ് ഇടിച്ച് ഇളക്കി. സിംലയുടെ ഫ്രണ്ടിലെ ചൈനീസിൻ്റെ പ്രത്യേക ഒരു ഹാളുണ്ടാക്കിയിരുന്നു, അതെല്ലാം ഇടിച്ചിളക്കി വന്നു. ജീവൻ രക്ഷപ്പെടാനുള്ള ഒരിതുകൊണ്ടാണ് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരുടെ മുകളിലേക്ക് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഓടി അങ്ങ് പോവുകയും ചെയ്തു. അഭിലാൽ ഉരങ്ങളുമായി ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ആർക്കെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ? ആർക്കും പരിക്കില്ല. അപകടം രാവിലെ 7:40 കോന്നി ഡിപ്പോയിൽ നിന്നും ഊട്ടുപാറയ്ക്ക് സർവീസ് നടത്തുന്ന KSRTCയുടെ ഓർഡിനറി ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. 7:50 യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുൻപായി വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവർ ഹാൻഡ് ബ്രേക്കിൽ നിർത്തിയ ശേഷം ഡിപ്പോയിലേക്ക് പോവുകയാണ്. അതേസമയം ഹാൻഡ് ബ്രേക്കിൽ അയവ് വന്നതിനെ തുടർന്ന് ഇറക്ക ഭാഗത്തേക്ക് വാഹനം സ്വയം നീങ്ങുകയാണ് ഉണ്ടായത്. പിന്നീട് പുനലൂർ മൂവാറ്റുപുഴ പാത കുറുകെ കടന്ന് റോഡിനെതിർദിശയിലെ ഫുട്പാത്തിലെ കൈവരികളും പിന്നീട് ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ചു തകർത്ത ശേഷമാണ് ഹോട്ടലിന്റെ ഫ്രണ്ട് ക്യാബിനിലേക്ക് വാഹനം പാഞ്ഞു കയറിയത്. ഈ സമയം വാഹനം വരുന്നത് കണ്ട് ഫുട്പാത്തിലുണ്ടായിരുന്ന ശിവൻപിള്ളി അടക്കം 2 പേർ ഓടി മാറി. ഉല്ലാസയാത്രയ്ക്കെത്തിയ 10ഓളം ആളുകൾ ഈ സമയം ഹോട്ടലിനുള്ളിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളതാണ് ആശ്വാസകരം. വാഹനത്തിന്റെ മുൻവശത്തെ ലൈറ്റും അതോടൊപ്പം തന്നെ ചില്ലുകളും ഉടഞ്ഞിട്ടുണ്ട്. വാഹനത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നൊഴിച്ചാൽ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു, അതോടൊപ്പം തന്നെ കൈവരിക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ് മറ്റ് നാശനഷ്ടങ്ങൾ.